ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഓണ വെക്കേഷന് ഒരു സിനിമ ഇറങ്ങി. ലിജോ ജോസ് പല്ലിശ്ശേരി അന്നത്തെ യുവതാരങ്ങളായിട്ടുള്ള പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി മുതലായ ഒരു വൻ താരനിരയുടെ കൂട്ടുപിടിച്ചിട്ട് ഡബിൾ ബാരൽ എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങി. അന്ന് ആ ഒരു സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ഞാൻ കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പോയി. പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവരും തെറി പറഞ്ഞു. ആ സിനിമ കണ്ട എല്ലാവരും തെറി പറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം ആ ഒരു സിനിമ നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളിൽ വന്നു. സമൂഹ മാധ്യമങ്ങളും പിന്നീട് ആ ഒരു സിനിമ കണ്ട ആൾക്കാരെല്ലാവരും കാലം തെറ്റി പിറന്ന സിനിമ അല്ലെങ്കിൽ മഹാകലാകാരന്റെ അതുല്യ വിരുന്ന് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിനിമയെ വാനോളം പുകഴ്ത്തി, വാനോളം പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഒരു അനുഭവം ഇന്ന് റിലീസായ മലൈക്കോട്ട വാലിബന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ആദ്യമേ തന്നെ പറയാം, മലൈക്കോട്ട വാലിബൻ ഒരു പ്യുവർ എന്റർടൈനർ അല്ല. ലിജോ ജോസ് പല്ലിശ്ശേരി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ പടച്ചു വിട്ടിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫിക്ഷണൽ മൂവിയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു കഥാതന്തു അല്ലെങ്കിൽ ഒരു കഥാപരിസരമല്ല ഈ ഒരു സിനിമയ്ക്കുള്ളത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മുൻ ചിത്രങ്ങളായിട്ടുള്ള ഡബിൾ ബാരലൊക്കെ ആയിട്ട് ഏറെക്കുറെ സാമ്യം ഈ ഒരു സിനിമയുടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏകദേശം ആ ഒരു ടോണൊക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്യുവർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, അങ്ങനെ വേണം നമ്മൾ ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാനായിട്ട്. കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു ഫിക്ഷണൽ ഫാന്റസി സ്റ്റോറിയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ പരീക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് 2 കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് 2 കൂടി വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കഥയുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. കഥയുടെ തുടക്കം ഒരിടത്ത്, അതിങ്ങനെ സഞ്ചരിച്ച് മറ്റൊരിടത്തു നിന്ന് അവസാനിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രണയം വരുന്നുണ്ട്, അവർ തമ്മിലുള്ള ചതി വരുന്നുണ്ട്, അവർ തമ്മിലുള്ള യുദ്ധം വരുന്നുണ്ട്, സംഘടനകൾ വരുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നിർബന്ധമായും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി. നമ്മളൊരു ഫോണിലോ ഒരു ലാപ്ടോപ്പിലോ ഒരു കമ്പ്യൂട്ടറിലോ വേണ്ട വീട്ടിലൊരു TV-യിലോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അതൊരു ബിഗ് ഫ്രെയിമിൽ തന്നെ അല്ലെങ്കിൽ ഒരു വലിയ ക്യാൻവാസിൽ തന്നെ കാണേണ്ടതാണ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയാണ്. ഏതൊരു സീൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വാൾപേപ്പർ ഇടാൻ പറ്റും. അത്ര മികച്ച ഒരു വിഷ്വൽ ഔട്ട്പുട്ടാണ് ഈ ഒരു സിനിമയിലുള്ളത്. രണ്ടാമത്തെ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഈ ഒരു ഓഡിയോൻ്റെ ആ ഒരു ഓഡിയോ മിക്സിങ്ങിൻ്റെ ആ ഒരു പവർ നമുക്ക് അറിയാനായിട്ട് പറ്റും. എല്ലാ സ്പീക്കേഴ്സും ചുറ്റിരിക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. കാരണം അത്ര അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു അവിസ്മരണീയ പ്രകടനത്തെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഉള്ളിലെ ആ ഒരു താരത്തേക്കാൾ അപ്പുറം ലാലേട്ടൻ്റെ ഉള്ളിലെ ആ ഒരു നടനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടിയും പറയട്ടെ, തിയേറ്റർ കുലുങ്ങിയൊന്നുമില്ല. ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്ക് ഒരു ക്ലാസ് ഇൻട്രോ ആയിരുന്നു. ഈ ഒരു സിനിമ നമ്മൾ സമീപിക്കേണ്ടത് ഇതൊരു മാസ് സിനിമയല്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യത്തോടു കൂടി ഇതൊരു ക്ലാസ് സിനിമയാണ് അല്ലെങ്കിൽ ഇതൊരു LJPയുടെ ഒരു സിനിമയാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഈ ഒരു സിനിമയെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമ 100% സാറ്റിസ്ഫാക്ഷൻ തരും. അല്ലെങ്കിൽ ഇതെന്തായിരുന്നു നിങ്ങൾ പല സമയത്തും ചോദിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ ഒരു സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. വിക്രം മൂറാണ് ഈ ഒരു സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു സ്വാഗം വിക്രം മൂറിൻ്റെ ആ ഒരു കൊറിയോഗ്രഫിയും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു തിയേറ്ററിക്കൽ ആക്ഷൻ എക്സ്പീരിയൻസ് ആണ്. ഏറെ പ്രത്യേകമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്രിട്ടീഷുകാരായിട്ടൊരു യുദ്ധമുണ്ട്. അത് ചുമ്മാ അടിപൊളിയായിരുന്നു. പിന്നെ പ്രശാന്ത് പിള്ളയുടെ BGM അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല. അതായത് അങ്ങനെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമൊന്നുമില്ല. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോകുന്ന BGM ആണ്. പിന്നെ 1-2 പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരു ഇച്ചിരി അലോസരം പിടിച്ച പാട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഓവറോൾ BGM പാട്ടുകളും നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നവ തന്നെയാണ്. പിന്നെ സിനിമയെ പറ്റി ശക്തമായ തിരക്കഥ ഇല്ലാഞ്ഞതാണോ അതോ നമുക്ക് കണക്റ്റ് ആവാത്തതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. തിരക്കഥ കുറച്ചും കൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്കത് ആസ്വദിക്കാമായിരുന്നു. ആ ഒരു കഥയുടെ ഇൻ ദ സെൻസ് നമുക്കിതിൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വൗ ഫാക്ടറോ ഒന്നുമില്ല. ഒരു ഫെയറി ടൈൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ബാലരമയിലോ കളിക്കുടുക്കയിലൊക്കെ വായിക്കുന്ന ഒരു അമർ ചിത്രകഥ വായിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്കിരുന്ന് കണ്ടിരുന്ന് പോവാം. അതിനപ്പുറത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു രോമാഞ്ചം സൃഷ്ടിക്കാൻ കഴിഞ്ഞൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്കതൊന്നുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ് സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇമോഷണൽ രംഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ബട്ട് സാധാരണ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുക അല്ലെങ്കിൽ നമുക്ക് അവരോട് കഥാപാത്രത്തിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു
സിനിമയിൽ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും തോന്നില്ല. തിരക്കഥ ഒരല്പം വീക്കായിട്ടുള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റി മിക്സഡ് അഭിപ്രായങ്ങൾ മാത്രമാണ് വരികയുള്ളൂ. കാരണം ഇത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. നിങ്ങളൊരു നല്ലൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമയിലെ വ്യത്യസ്തതകൾ അല്ലെങ്കിൽ സിനിമയിലെ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, LGBTയുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഇഷ്ടപ്പെടുമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു എൻ്റർടൈനർ അല്ല, ഇതൊരു മാസ് മസാല ചിത്രമല്ല, ഇതൊരു ക്ലാസ് മൂവിയാണ്. തിയേറ്റർ കുലുങ്ങും എന്ന് പലരും പറഞ്ഞ ആ ഒരു വാചകങ്ങളൊക്കെ മറന്നു പോട്ടെ. വളരെ നിശബ്ദമായിട്ടിരുന്ന് കണ്ടാസ്വദിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ. പാർട്ട് 2-ൽ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിനിമ റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.